അപ്പോൾ കൂട്ടുകാരെ കുറച്ച് നെല്ലിക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം അച്ചാറിട്ടാൽ തീരത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെ രണ്ടായിട്ട് ഭാഗിച്ച് കുറച്ച് ഉപ്പിലിടാനും വെക്കാം, കുറച്ച് അച്ചാറും ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെള്ളത്തിലിട്ട് വേണമെങ്കിലും നമ്മുടെ നെല്ലിക്ക വേവിച്ചെടുക്കാം, ആവിയിൽ വേണമെങ്കിലും വേവിക്കാം. അപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ട് വേവിക്കുകയാണെങ്കിൽ അത് അധികം ദിവസം ഇരിക്കത്തില്ല കേട്ടോ. കാരണം ഞങ്ങൾക്ക് ഫ്രിഡ്ജിലല്ല സൂക്ഷിക്കുന്നത്, അല്ലാതെ പുറത്ത് വെച്ചിരിക്കാനാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആവിയിൽ വേവിച്ചെടുത്തത്. അപ്പോൾ ഞാനത് മാറ്റി രണ്ടാക്കി എടുത്തുമായിരുന്നു. വേവിച്ച നെല്ലിക്ക ഉപ്പിലിടാനായിട്ട് മാറ്റി എടുത്തത് നമ്മൾ ഉപ്പിലിടുകയാണ് കേട്ടോ. അപ്പം ചൂടാക്കിയ വെള്ളം തണുപ്പിച്ചതാണ് നമ്മൾ ഈ വീത്തി കൊടുക്കുന്നത്. നെല്ലിക്ക ഇട്ടു, പിന്നെ കാരിമുളക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ പച്ചമുളകും ഉപ്പും പിന്നെ ചൂടാക്കിയിട്ട് തണുപ്പിച്ച വെള്ളവും കൂടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉപ്പിലിട്ട നെല്ലിക്ക ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് 2 ദിവസം കഴിഞ്ഞ് നമുക്കിനി ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടായിരുന്ന നെല്ലിക്ക ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട്. അച്ചാറിന് കണക്കാക്കി അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കിനി അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ചീനച്ചട്ടി ചൂടായി വന്നപ്പോൾ നല്ലെണ്ണ വീത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നല്ല രീതിയിൽ പൊട്ടട്ടെ. അങ്ങനെ അപ്പം കടുകൊക്കെ പൊട്ടിയതിന് ശേഷം അതിൽ നമ്മൾ അടുത്തിടുന്ന എന്താണ് വെളുത്തുള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞത്. ആവശ്യത്തിന് എടുക്കാൻ കേട്ടോ, ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ച് ചൂടായി വരട്ടെ. ചൂടായി വരുന്നത് നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൽ ഇനി നമുക്ക് ഇടേണ്ടത് മുളക് പൊടി, പിന്നെ ഉലുവ പൊടിയും പിന്നെ കായം ഇട്ടിട്ട് ഉപ്പും കൂടെ ഇടണം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് നമുക്ക് ഇനി ഇതിൻ്റെ ഫ്ലെയിം നമ്മളങ്ങ് ഓഫ് ചെയ്ത് ഇടുകയാണ് കേട്ടോ. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നെല്ലിക്ക നമ്മൾ ഇതിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി കിട്ടും കേട്ടോ. ഇവിടെ ആവശ്യത്തിന് ഉപ്പോ എന്തെങ്കിലും നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പോ എരിവോ ഒക്കെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാനാണ്. നിങ്ങളിങ്ങനെ സിമ്പിളായിട്ടാണ് വളരെ പെട്ടെന്ന് നമ്മുടെ നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത്. നന്നായിട്ട് അരപ്പെല്ലാം നെല്ലിക്കയിൽ ചേരുന്ന രീതിക്ക് മിക്സ് കൊടുക്കാം. നമുക്ക് ഇട്ട മുളക് പൊടി ഇത്തിരി കൂടി കേട്ടോ. അപ്പോൾ നമ്മുടെ നെല്ലിക്ക അച്ചാർ തയ്യാറായി.